കശ്മീരിലെ പഹൽഗാമിൽ ഏപ്രിൽ 22-ന് നടന്ന ടെററിസ്റ്റ് അറ്റാക്കിൽ മരണപ്പെട്ടുപോയ 26ഓളം സഹോദരങ്ങൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അതൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തി എന്നതിലുപരി ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ. അതായത് പലപ്പോഴും ഈ പറയുന്ന മരണപ്പെട്ടുപോയ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടുപോയ സഹോദരങ്ങളുടെ ജീവന് പകരമായിട്ട് ഇന്ത്യ ശക്തമായുള്ള ഭാഷയിൽ തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കുമെന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയിലുള്ളവർ തന്നെ പ്രൈം മിനിസ്റ്ററെ കളിയാക്കുന്നതോ അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതോ അത് മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പേരിൽ ശ്രമിക്കുന്ന സമയത്ത് ഒരുപാട് വേദന തോന്നുന്നൊരു കാര്യമാണ്. കാരണം ഈ ടൈമിലെങ്കിലും മതവും രാഷ്ട്രീയവും വെടിഞ്ഞുകൊണ്ട് ഇന്ത്യ എന്ന ഒറ്റ വികാരത്തിന്മേൽ നിൽക്കേണ്ടവരാണ് നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുന്നത്. ആ ബോധം പോലും ഇല്ലാതിരിക്കുന്ന കുറേയധികം ആൾക്കാരെ കാണുന്ന സമയത്ത് ഒരുപാട് വേദന ഉണ്ടാവുന്നതിൻ്റെ കാരണം നിങ്ങൾ ഈ പറയുന്ന അസഭ്യമായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ കോരിയിടുന്ന കുറേയധികം തീക്കനലുകൾ ശരിക്ക് വന്ന് പതിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള കുറേയധികം സ്ത്രീകളിലാണ്. കാരണം ഏതൊരു രാജ്യം ഇവിടെ അറ്റാക്ക് നടത്തുന്ന സമയത്തും ഇന്ത്യ തിരിച്ചടി കൊടുക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ ഇന്ത്യൻ ആർമി എന്ന് പറയുന്നൊരു കാര്യമാണ്. അതിൽ ഞങ്ങളെപ്പോലെയുള്ള സ്ത്രീകളുടെ കുറേയധികം ഭർത്താക്കന്മാർ കഴിയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്ന സമയത്ത് നിങ്ങളെക്കാളധികം ഇന്ത്യയോട് ഏറ്റവും സ്നേഹത്തിൽ ഒരുപക്ഷെ നിൽക്കുന്ന വ്യക്തികളാണ് ഞങ്ങളെന്ന് പറയുന്നത്. ദയവായി ഈ സമയത്ത് ഇന്ത്യയിൽ ഒരു ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കാതെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിലൊന്നാമത്തെ കാര്യം, കശ്മീരിൽ ഇപ്പോഴും ഭീകരവാദ സംഘടനകൾ നിൽക്കുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ആ ഒരു സംഘടന തന്നെയാണ് ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ ഏറ്റവും പ്രധാനിയായ ഇതിൻ്റെ നേതാവ് ആരെന്നുള്ളത്. ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വ്യക്തി ഇദ്ദേഹമാണതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇയാളാണ്. ഈ ഒരു വ്യക്തി പാകിസ്ഥാൻ ആർമിയുടെ കൂടെ നിൽക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അവിടെ പാകിസ്ഥാനിൽ നടന്ന പ്രത്യേകമായിട്ടുള്ള ഒരു ചടങ്ങിലേക്ക് ഇയാളെ ക്ഷണിക്കുകയും ഇയാൾ അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ, ഒരു പ്രസംഗം വളരെയധികം വിവാദമാവുകയും ചെയ്തതാണ്. അതായത് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കശ്മീർ ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി തന്നെ പാകിസ്ഥാന് തിരിച്ചു കൊടുത്തിരിക്കും എന്ന് പറയുന്ന കുറേയധികം കാര്യങ്ങൾ. ഇത്തരം തെളിവുകൾ നിലനിൽക്കെ തന്നെ വീണ്ടും ഇന്ത്യയിൽ മറ്റു ചില കാര്യങ്ങൾ രാഷ്ട്രീയം കുത്തി നിറച്ചുകൊണ്ട് മാത്രം, മതം നോക്കിക്കൊണ്ട് മാത്രം ഈ പറഞ്ഞ ചേരിതിരിവ് ഉണ്ടാക്കിപ്പിച്ച് മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിച്ച് വീണ്ടും എന്തൊക്കെയോ നേടാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരോട് വെറും പുച്ഛം മാത്രമാണ് തോന്നിയെന്ന് പറയുന്നത്. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 40 വർഷങ്ങൾക്ക് ശേഷം ഒരു മുസ്ലിം രാജ്യം അല്ലെങ്കിൽ ഒരു അറബ് രാജ്യമായിട്ടുള്ള ഈ പറയുന്ന സൗദി അറേബ്യയിൽ അവിടുത്തെ ജിദ്ദ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ചർച്ചയ്ക്ക് എത്തുന്നു, ഒരു നയതന്ത്ര ചർച്ചയ്ക്ക്. അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കരാറിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്, ബന്ധം കൂടുതൽ വിപുലീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സമയത്ത് ഒരു മുസ്ലിം രാജ്യമായി നിലനിൽക്കുന്ന പാകിസ്ഥാന് ഇതൊന്നും കിട്ടാതെ പോവുകയും ചെയ്യുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഈ പറയുന്ന ഒരു വിദ്വേഷം അവർക്കുണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് ഇവർ ഇത്തരത്തിലൊരു കാര്യം നമ്മുടെ ഇന്ത്യയിൽ കശ്മീരിൽ നടത്തിയെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമ്മുടെ കേരളത്തിലുള്ള ചില പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ, കശ്മീരിൻ്റെ കാര്യം ആലോചിച്ച് അവർക്ക് ഒരുപാട് വേദനയുണ്ട് പോലും. 320-ാമത്തെ ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞത് ഭയങ്കര പ്രശ്നമായെന്ന് പോലും. എന്താലോചിച്ചിട്ടാണ് ഇത്തരത്തിൽ പറഞ്ഞതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കശ്മീരിൻ്റെ അവസ്ഥയും ഇന്നത്തെ കശ്മീരിൻ്റെ അവസ്ഥയും വെറുതെ ഒരു ടൂറിസ്റ്റായിട്ട് മാത്രം അവിടെ പോകുന്ന ഇവരെ പോലെ, അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നവർക്ക് മനസ്സിലാവില്ല. അവിടെ കഴിയുന്ന പാവം ജനതകൾക്ക് മാത്രം മനസ്സിലാകുന്ന അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞിട്ടുള്ളവർക്ക് മാത്രം മനസ്സിലാക്കുന്ന കുറേയധികം കാര്യങ്ങളാണ്. അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി അവർ പെടുന്ന പാടുകൾ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവാത്ത പുരോഗമനം, ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ദിവസേന ഉണ്ടായിക്കൊണ്ടിരുന്ന ആക്രമണങ്ങൾ, അതിൽ പൊലിഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഒരുപാട് പട്ടാളക്കാരുടെ ജീവനുകൾ, അവിടുത്തെ തന്നെ സിറ്റിസൺസിൻ്റെ ജീവനുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, സിവിലിയൻസിൻ്റെ ജീവനുകൾ. അപ്പം ഈ ഒരു കാര്യത്തിന് ശേഷം അവിടെ ഒരു ഇലക്ഷൻ നടക്കുന്നു. അതിനുശേഷം സ്വാഭാവികമായിട്ടും അവിടുത്തെ സ്ഥിതി ഒരുപാട് മെച്ചപ്പെടുന്നു. കണക്കുകൾ ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് കണക്കുകളുണ്ട്. ആ കണക്കുകൾ നിങ്ങൾക്ക് തന്നെ എടുത്ത് നോക്കാൻ കഴിയുന്നതാണ്. അതായത് പല വർഷങ്ങൾക്ക് മുൻപ് വന്നിരുന്ന, ഒരുപാട് പേടി സ്വപ്നമായി മാത്രം കണ്ടിരുന്ന
കശ്മീരിനെ ആളുകൾ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങി. അതല്ലെങ്കിൽ പേടി മാറാൻ തുടങ്ങി. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസം അവിടെ വളരാൻ തുടങ്ങി. അതുവഴി അവിടുത്തെ എക്കണോമി, അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ഉപജീവന മാർഗത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം കൂടാൻ തുടങ്ങിയപ്പം അവർക്കത് സന്തോഷമുള്ള കാര്യമാണ്. അവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ഇത് ആരൊക്കെയോ ചൊടിപ്പിച്ച കാര്യമാണ്. കാരണം പൂർണ്ണമായി ഇന്ത്യയുടെ ഭാഗമായിട്ട് കശ്മീർ മാറുന്നു, കശ്മീരിലെ ആളുകൾ മാറുന്നു. ഇത് സ്വാഭാവികമായിട്ടും പാകിസ്ഥാനെ തന്നെയാണ് ചൊടിപ്പിക്കുന്നതെന്ന് പറഞ്ഞത്. കാരണം അവർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ തല എന്ന് പറയുന്ന സ്ഥലം തന്നെയാണ് ഇന്ത്യയുടെ ഈ പറയുന്ന കശ്മീർ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഒരു കൂട്ടം ജനത ഇന്ത്യയോട് കൂടി ചേർന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ തന്നെയുള്ള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനതയും ഉണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവരൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പാകിസ്ഥാന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവിടെയുള്ള ഇത്തരത്തിലുള്ള ആൾക്കാരെ, ഭീകരവാദികളെ ഇന്ത്യയുടെ പല സൈഡ് വഴി നുഴഞ്ഞു കയറാൻ വേണ്ടി സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു കൂട്ടർ ഇന്ത്യയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള പാരകൾ പണിയുന്ന സമയത്ത് അത് മുസ്ലിങ്ങൾ മാത്രമാണെന്ന് ചിന്തിക്കുന്ന കുറേയധികം ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് ഈ അറ്റാക്ക് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഈ ടൂറിസ്റ്റുകളെ കൊണ്ടുവന്ന കുതിരയുമായി വന്ന ഒരു വ്യക്തി, എല്ലാവരും അറിഞ്ഞ കാര്യമാണ്, സെയ്ദ് ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു മുസൽമാനാണ്. അദ്ദേഹം അപ്പം സ്വാഭാവികമായിട്ടും മുസ്ലിം എന്ന് പറയുന്ന പേരെടുത്ത് അത് തെറ്റാണ്, അല്ലെങ്കിൽ ഭീകരവാദിയാണ്, അല്ലെങ്കിൽ അവരൊക്കെ പ്രശ്നക്കാരാണെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം കൊണ്ടുവന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ടൂറിസ്റ്റുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുക്കുന്ന സമയത്ത് എത്രത്തോളം നിങ്ങളെക്കാൾ രാജ്യസ്നേഹം അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഇതുപോലെ തന്നെ അവിടെ മരണപ്പെട്ടു പോയ എറണാകുളം സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ആതിര എന്ന് പറയുന്ന വ്യക്തിയുടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ബൈറ്റ്സ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും. ആ പെൺകുട്ടിയെയും അവരുടെ മക്കളെയും അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മയും ഒക്കെ സഹായിച്ചത് മറ്റേ മുസാഫിർ എന്ന് പറയുന്ന മറ്റൊരു മുസൽമാനാണ്. അപ്പം അത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ കൃത്യമായിട്ട് ഇന്ത്യ എന്തെന്ന് മനസ്സിലാക്കിയതും ഇന്ത്യയിലെ മറ്റു ജനതയോട് കൃത്യമായി സ്നേഹം വെച്ചു പുലരുന്നതും അവിടെ ടൂറിസ്റ്റുകളായിട്ട് വന്നെത്തുന്നവർക്ക് തങ്ങളെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവരുത്, അല്ലെങ്കിൽ തങ്ങളുടെ ജീവൻ കളഞ്ഞിട്ടായാലും അവരെ രക്ഷിക്കണമെന്ന ചിന്താഗതി ഉള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കുക. ആ സമയത്താണ് വെറുതെ ഇവിടെ ഇരുന്ന് ഒന്നും അറിയാതെ കൃത്യമായിട്ട് രാഷ്ട്രീയവും മതവും കുത്തിക്കലർത്തിക്കൊണ്ട് വിദ്വേഷം വർദ്ധിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇന്ത്യയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഈ ഭിന്നിപ്പ് കൃത്യമായി ഇവിടെ വരുത്താൻ വേണ്ടി തന്നെയാണ് ആ ഭീകരവാദികൾ ആദ്യം വന്ന് ചെയ്ത കുറേയധികം കാര്യങ്ങൾ. അതായത് ഈ പറയുന്ന ടൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരുടെ നാമം, പേര് ചോദിക്കുന്നു. അതായത് ഹിന്ദു ആണോ മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ വെറുതെ വിടുന്നു, ഹിന്ദു ആണെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നു. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ. അതിലപ്പുറത്തേക്ക് ട്രൗസർ ഊരി നോക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ചില കാര്യങ്ങൾ, കലിമ എന്ന് ആണെന്ന് തോന്നുന്നു, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാത്തുണ്ട്. ആ ഒരു എന്തൊക്കെ ചൊല്ലുകളുണ്ട്, അത് ചൊല്ലാൻ പറയുന്ന കുറേയധികം കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടാണ് കൃത്യമായിട്ട് ഇവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതായത് മുസ്ലിങ്ങളെ വെറുതെ വിട്ടു, ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു. അതായത് മുസ്ലിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹമുള്ള, അതായത് ഈ ഒരു കാര്യം ഹിന്ദുക്കൾക്ക് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മുസ്ലിം എന്ന് പറയുന്ന വാക്കിനോട് ഉറപ്പായിട്ടും ഒരു ചേരുതിരിവുണ്ടാവും. ഇത് തന്നെയാണ് അവർ ഉദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏകദേശം ഈ കമന്റ് സെക്ഷൻ കണ്ട സമയത്ത് അവർ വിജയിച്ചതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞത്. കാരണം ഇവിടെ നല്ല പോലെ ഭിന്നിപ്പ് ഈ പറയുന്ന കമന്റ് സെക്ഷനിലൂടെ ഉണ്ടാവുന്നുണ്ട്. അതിലപ്പുറത്തേക്ക് ചില പെർസെൻറ്റേജ് ആൾക്കാരെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കി ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ടെന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്നത് ഒരുപാട് ഈ പറയുന്ന നമ്മൾ ബഹുമാനിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഭാഗ്യമുള്ള ആൾക്കാരാണ്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങൾ, ഇപ്പോൾ ചൈന എടുക്കുകയാണെങ്കിൽ പോലും അവിടുത്തെ നിയമങ്ങൾ എന്താണ്, രീതികൾ എന്താണെന്ന് കൃത്യമായി റഷ്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ രാജ്യത്തിനുള്ള പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ച് തരുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിൽ ഒരു മതവും കൂട്ടിക്കലർത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് പണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യം രൂപീകരിക്കുന്നതിന് മുന്നേ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ പടിഞ്ഞാറ് തിരിച്ചുകൊണ്ട് പഞ്ചാബ് പ്രവിശ്യ മറ്റു കാര്യങ്ങൾ ഭിന്നിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന പടിഞ്ഞാറ് കിഴക്കൻ എന്നുള്ള രീതിക്കൊക്കെ മാറ്റിക്കൊണ്ട് ബംഗ്ലാദേശും പാകിസ്ഥാനും ആക്കി മാറ്റുന്ന സമയത്ത് മുസ്ലിംസിനെല്ലാം അങ്ങോട്ട് തന്നെ പോകാമെന്നുള്ള കുറേ കാര്യങ്ങൾ, മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് കുറേ കാര്യങ്ങൾ നടക്കുന്ന സമയത്തും ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ഇന്ത്യയിൽ തന്നെ തുടരാൻ
കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഇന്ത്യയുടെ ചില രീതികൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ സഹോദരങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ സാഹോദര്യം മതേതരത്വം എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കിയ കുറേയധികം ആൾക്കാരാണ്. ഇവരുടെ ഇടയിലേക്ക് തന്നെയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരവാദവുമായിട്ട് കശ്മീർ വഴി നുഴഞ്ഞു കയറി കൃത്യമായിട്ട് ആൾക്കാരിലേക്ക് ഈ ഭീകരത പരത്തിക്കൊണ്ട് ഈ കശ്മീരിനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ടൊരു ഐക്യമുണ്ട്, ഒരു ഈ പറയുന്ന മതസൗഹാർദ്ദമുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ രണ്ടാക്കി മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഒരു ഭിന്നിപ്പ്, ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ആ കലാപം വഴി മാത്രമേ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിനെ തകിടം മറിക്കാൻ ശ്രമിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയൊരു കാര്യം അല്ലെങ്കിൽ ദേഷ്യം വന്നൊരു കാര്യം, ഇന്ന് ഞാനൊരു ചാനലിലെ വാർത്ത കണ്ട സമയത്ത് സ്വാഭാവികമായിട്ടും സ്മൃതി എന്ന് പറയുന്ന ഒരു വാർത്ത അവതാരിക എന്ന് പറയാൻ പറ്റും, അവർ ഭയങ്കര സങ്കടത്തോടെ ഇരുന്ന് പറഞ്ഞ കാര്യം, അതായത് നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു കരാറ് എല്ലാവർക്കും അറിയുന്നതാണ്, സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത്. ഇത് സത്യത്തിൽ ഈ ഒരു കരാറിൻ്റെ മേജർ പോർഷനും ഇന്ത്യയുമായി കണക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ തീരുമാനിക്കുന്നത് അനുസരിച്ചായിരിക്കും ഈ ഒരു കൂടുതൽ കാര്യങ്ങൾ നടക്കുക എന്ന് പറയുന്നത്. ഇതിലൊരു മരവിപ്പ് മാത്രമാണ് ഇന്ത്യ ഇപ്പം നടത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം പ്രശ്നത്തിലാവുക തന്നെ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു മന്ത്രി, ഒരു വ്യക്തി, സ്ത്രീ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന പണ്ട് അല്ലെങ്കിൽ ചർച്ചയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ട് ചായ കൊടുത്തിട്ടാണ് അവിടുന്ന് തിരിച്ചയച്ചിട്ടുള്ളത്, ഇനി അത് പ്രതീക്ഷിക്കണ്ട എന്ന രീതിക്കലൊക്കെ തിരിച്ചടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഇന്ത്യക്കാരെ ഒരു പട്ടാളക്കാരനെ തന്നെ അവർ പിടിച്ചെടുത്ത് അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞത്. അപ്പം കുറേയധികം കാര്യങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിൽ ഈ പറയുന്ന കണക്ക് വാഗ ബോർഡർ അത് അടച്ചു കഴിഞ്ഞു. ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആ വഴി ഇന്ത്യയിലേക്ക് വരുന്ന എയർലൈൻ അതൊക്കെ അവർ അല്ലെങ്കിൽ അടച്ചു കഴിഞ്ഞു. ഇനി അതുവഴി പറ്റില്ല. അങ്ങനെ മൊത്തത്തിൽ ഒരു ക്ലാഷായിട്ട് തന്നെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പം അമേരിക്ക പോലൊരു ഒരു വലിയൊരു എന്താ പറയുന്നത് ഒരു അധികാര ശക്തിയായിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ സപ്പോർട്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യക്ക് കിട്ടുന്നതാണ്. ഇതൊക്കെ വരെ ചൊടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചൈനയും ഈ പറയുന്ന അമേരിക്കയും തമ്മിലുള്ള ഇപ്പോഴത്തെ ഈ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതാണ്. ഇറക്കുമതി കയറ്റുമതി തീരുവയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് വാർത്തകളായിട്ട് കുറേ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇന്ത്യക്ക് മേലാണ് ഏറ്റവും കൂടുതൽ നോക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ണ് പാകിസ്ഥാൻ വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് കൃത്യമായിട്ടൊരു അറ്റാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പ്രൈം മിനിസ്റ്റർ സൗദി അറേബ്യയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു. അല്ലെങ്കിൽ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നമ്മുടെ ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ളൊരു അറ്റാക്ക് ഉണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇന്ത്യയെ നോട്ടമിട്ടിരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെയുള്ള കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളടക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളൊക്കെ ചുമ്മാതെ വായിട്ട് അലയ്ക്കുന്ന നിയമസഭയിൽ പോയിട്ട് തുണി ഉരിഞ്ഞ് കാണിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് മേശകൾക്ക് മുൻപിലിരുന്ന് മുകളിൽ കയറി നിന്ന് ഈ പറയുന്ന കണക്ക് അവിടെയുള്ള സാധനങ്ങളെല്ലാം പൊട്ടിക്കുന്ന, കമ്പ്യൂട്ടർ തകർക്കുന്നു, അല്ലെങ്കിൽ ആക്രമണങ്ങൾ അഴിച്ചിടുന്നു, സ്ത്രീകളെ പിടിക്കുന്നു. ഇതല്ല രാജ്യത്തിനെ കാക്കുന്നത് അല്ലെങ്കിൽ രാജ്യസ്നേഹം എന്ന് പറയുന്നത്. രാജ്യസ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നാവിൽ നിന്ന് ഈ സമയത്ത് വരേണ്ടത് ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന് പറയുന്ന കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ചില രീതിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന മതവും രാഷ്ട്രീയവും കണക്ട് ചെയ്തുകൊണ്ട് ഈ രാഷ്ട്രീയ കളി കളിച്ചുകൊണ്ട് ഇതിനിടയിൽ ഈ പറയുന്ന കണക്ക് ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് യഥാർത്ഥത്തിൽ സൂക്ഷിക്കേണ്ടതെന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ഈ പറയുന്ന ഇന്ത്യയുടെ കശ്മീരിൽ ഒരു വല്ലാത്തൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ് ഈ പറയുന്ന ഭീകരവാദികൾക്ക് പതുക്കെ നമ്മളിലേക്ക് എത്താനെന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇതുപോലെ തന്നെ കെട്ടുറപ്പുള്ളതായി നിൽക്കണമെങ്കിൽ ഇവിടെയുള്ള ഓരോ ജനതയും, അതായത് ഹിന്ദു മാത്രമല്ല, ഹിന്ദു, മുസ്ലിം, സിഖ് അടക്കമുള്ള എല്ലാ സമുദായത്തിൽപ്പെട്ട എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും, അതായത് ഇന്ത്യ എന്ന ഒറ്റ ബോധത്തിൽ നിന്നുകൊണ്ട് കൃത്യമായി നമ്മുടെ അധികാരികൾക്ക്, നമ്മുടെ അതോറിറ്റിക്ക്, നമ്മുടെ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ഒരു സപ്പോർട്ടുണ്ട്. വാക്കാലെങ്കിലും കൊടുക്കേണ്ട ഒരു സപ്പോർട്ട്, അതുപോലും കൊടുക്കാതെ വെറുതെയുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന സമയത്ത് ഈ പുറത്തുള്ള ഭീകരവാദികളെക്കാളും ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഭീകരവാദികൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ദോഷം ഉണ്ടാക്കുന്ന ആൾക്കാർ നിങ്ങൾ രാഷ്ട്രീയക്കാരാണെന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് ഈ വാർത്തകൾ കേൾക്കുന്ന സമയത്ത്.